ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു അസസിയാണ്. ആ അസസിയുടെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻകത്തിനെ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കൊടുക്കുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസസ്മെന്റ് പറയുന്ന നേരത്ത് 80P ഇമ്പോർട്ടൻസ് കൊടുത്തതുപോലെ അല്ലെ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P എന്ന് പറയുന്നതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തതുപോലെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് നോക്കിയേ, സെക്ഷൻ 13A. 13 മനസ്സിലായി? ദാറ്റ് മീൻസ് എക്സംഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി സെക്ഷൻ 13A. സോ എന്തൊക്കെയാണ് എക്സംഷൻസ് എന്ന് മനസ്സിലാക്കണം. ആ എക്സംഷൻസ് കിട്ടാനാണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. സോ മനസ്സിൽ കൊണ്ടുവന്നേ, നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അസസ്മെന്റ് ചെയ്യാൻ പോവാം. മനസ്സിലായി? അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ അണ്ടർ സെക്ഷൻ 13A. ഡിഡക്ഷൻ അല്ല, എക്സംഷൻ ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് നമ്മൾ പറഞ്ഞത് ഡിഡക്ഷനാണ്. ദാറ്റ് മീൻസ് ആ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഇവിടെ പറയുന്നത് സെക്ഷൻ 13A പ്രകാരം എക്സംഷൻ ആണ്. അവിടെ നിങ്ങൾ ഇൻകം ആയിട്ട് പോലും ട്രീറ്റ് ചെയ്യണ്ട. മനസ്സിലായി? സോ എക്സംഷനും ഡിഡക്ഷനും നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സംഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി അണ്ടർ സെക്ഷൻ 13A. ദാറ്റ് മീൻസ് ആ പറയുന്ന ഇൻകങ്ങളെ നിങ്ങൾ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. മനസ്സിലായി? നോക്കിയേ, കണ്ടീഷൻ ടു ക്ലെയിം എക്സംഷൻ അണ്ടർ സെക്ഷൻ 13A പ്രകാരം ആ എക്സംഷൻ കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് പറയണേ. ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പൊളിറ്റിക്കൽ പാർട്ടി തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് റെക്കോർഡ് ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 20,000. വോളണ്ടറി കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ എക്സസ് ഓഫ് 20,000 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഈച്ച് വോളണ്ടറി കോൺട്രിബ്യൂഷൻ in excess of 20,000 and names and address of the person who have made such a contribution. മനസ്സിലായോ? എന്താ പറഞ്ഞേ? വോളണ്ടറി കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പ്രോപ്പറായിട്ട് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഏതിന് മുകളിൽ? 20,000 മുകളിൽ വരുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസിന്റെ നിർബന്ധമായിട്ടും ആരാണ് അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യിക്കണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. ഇവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ക്യാപ്പ് ഓൺ ക്യാഷ് ഡൊണേഷൻ എന്ന് പറയും. അതായത് 2,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന എല്ലാ ഡെപ്പോസിറ്റ്സും അല്ലെങ്കിൽ എല്ലാ ഡൊണേഷൻസും നിങ്ങൾ എങ്ങനെ മാത്രമേ സ്വീകരിക്കാവൂ? ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് മോഡിലോ ബാങ്ക് വഴിയോ മാത്രമേ സ്വീകരിക്കാവൂ. അവിടെ ഒരു കാരണവശാലും 2,000 മുകളിൽ വരുന്ന ഡെപ്പോസിറ്റുകളെ അല്ലെങ്കിൽ ഡൊണേഷൻസിനെ നിങ്ങൾ ക്യാഷ് ആയിട്ട് സ്വീകരിക്കരുത്. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കണേ? 13A പ്രകാരമുള്ള എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കണേ. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ കിട്ടുള്ളൂ. നോക്കാം. Donation exceeding 2,000 shall not be received by such political party otherwise than by an account payee check drawn on a bank or an account payee draft or use of electronic clearing system through a bank account or through other prescribed electronic mode or through electronic bond. ചുരുക്കം പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായോ? ആൻഡ് റിട്ടേൺ ഓഫ് ഇൻകം എന്ത് ചെയ്യണം? ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. കൂടാതെ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്. മനസ്സിലായോ? ആ സബ്മിഷൻ റിപ്പോർട്ട് നോക്കിയേ. ദ പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ദ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഷോയിങ് കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് 20,000. 20,000 മുകളിൽ കിട്ടിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻസിന്റെ എന്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഇൻഫർമേഷൻസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ 6 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സെക്ഷൻ 13A പ്രകാരം ഡിഡക്ഷൻ കിട്ടും. സോ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. വോളണ്ടറി കോൺട്രിബ്യൂഷൻ 20,000 മുകളിലാണെങ്കിൽ അത് ആര് തന്നു, എപ്പോൾ തന്നു, അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കണം. ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് CA കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. 2,000 രൂപയ്ക്ക് മുകളിലുള്ളത് ഒരു കാരണവശാലും ഒരു ഡൊണേഷനെ ക്യാഷ് ആയിട്ട് വാങ്ങിക്കരുത്. റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്തിരിക്കണം. കൂടാതെ 20,000 മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ 6 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ എക്സംഷൻ കിട്ടും. എക്സംഷൻ വളരെ എളുപ്പമാണ്. ഓക്കെ, എനി ഇൻകം which is in chargeable under the head income from house property, income from other source and capital gains. 5 ഹെഡാ അല്ലെ. അതിനകത്ത് മറ്റേ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരിക്കലും എന്ത് വരില്ല? സാലറി വരില്ല. ഹൗസ് പ്രോപ്പർട്ടി വരും, അത് എക്സംപ്റ്റഡാ, ടാക്സ് കൊടുക്കണ്ട. ക്യാപിറ്റൽ ഗെയിൻ വരും, അതും എക്സംപ്റ്റഡാ, ടാക്സ് കൊടുക്കണ്ട. അതർ സോഴ്സ് വരും, അതും എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കണ്ട. ചുരുക്കം പറഞ്ഞാൽ ഏതിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി? ബിസിനസ്സിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായി? എക്സംഷൻ ആണ്, ഡിഡക്ഷൻ അല്ല. എക്സംഷൻ ആണ്, അതിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് എനി ഇൻകം ബൈ വേ ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ. വോളണ്ടറി കോൺട്രിബ്യൂഷൻ ആയിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പോലും ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് സെക്ഷൻ 13A പ്രകാരമുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം
മനസ്സിലായി? ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഈ പറയുന്ന എല്ലാത്തിനും ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? നമുക്കൊരു പ്രോബ്ലം നോക്കാം. The books of accounts maintained by a national political party registered with the Election Commission for the year ending 31st March 2020 disclose the following receipts. ഏതൊക്കെയാ? Rent from property out of a departmental store at Chennai. പ്രോപ്പർട്ടിയാണ്, ഹൗസ് പ്രോപ്പർട്ടിയാണ്, ടാക്സ് കൊടുക്കണ്ട അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് അതർ ബാങ്ക്സ്, IFOS ആ, ഇൻകം ഫ്രം അതർ സോഴ്സ് ആ, ടാക്സ് കൊടുക്കണ്ട. Contribution from 100%. The political party submit a report to the Election Commission of 21,000 each received through an account payee check. 20,000 മുകളിലാണ്, അക്കൗണ്ട് പേയ് ചെക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനും ടാക്സ് കൊടുക്കണ്ട. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഫ്രോം എ കഫറ്റേരിയ റൺ ഇൻ ദ പ്രിമിസസ് അറ്റ് ഡൽഹി 3,000 രൂപ PGBP ആ, അല്ലെങ്കിൽ ബിസിനസ്സാ, ആ 3,000 മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. നോക്കി, ഇവിടെ ഡിഡക്ഷൻ അല്ല, ഇവിടെ എക്സംഷനാണ്. ഇവിടെ എക്സംഷനാണ്, അതായത് എന്ത് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സം ചെയ്യാം. ഏത് മാത്രമാണ് നമ്മുടെ ഇൻകം ആയിട്ട് കയറി വരണേ? ടോട്ടൽ ഇൻകം ആയിട്ട് കയറി വരണേ 3 lakh rupees മാത്രമാണ് നമ്മുടെ ഇൻകം ആയിട്ട് കയറി വരുന്നത്. മനസ്സിലായോ? സോ സെക്ഷൻ 13A എന്താണെന്ന് പഠിച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടി എന്താണെന്ന് പെട്ടെന്ന് അങ്ങ് തീരും. അതിന്റെ കൂടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ് സെക്ഷൻ 13B. 13B എന്ന് പറയുന്നത് ഇലക്ടോറൽ ട്രസ്റ്റാണ്. ദാറ്റ് മീൻസ് ഫോർ ദ പർപ്പസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. മനസ്സിലായോ? അവർക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ട്രസ്റ്റിനെയാണ് നമ്മൾ ഇലക്ടോറൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഓക്കെ എക്സംഷൻ ടു ദ ഇലക്ടോറൽ ട്രസ്റ്റ് 13B പ്രകാരം എക്സംപ്റ്റഡ് ആണ് ഇലക്ടോറൽ ട്രസ്റ്റിന്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ദാറ്റ് മീൻസ് എക്സംഷൻ പറയുന്നത് എനി വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ ഇലക്ടോറൽ ട്രസ്റ്റ് ആൾ ബി എക്സംപ്റ്റഡ്. അതായത് ഇലക്ടോറൽ ട്രസ്റ്റിന് കിട്ടുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് എല്ലാം എക്സംപ്റ്റഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം? ഈ 13B പ്രകാരമുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരിക്കൽ കൂടെ, ഇലക്ടോറൽ ട്രസ്റ്റിന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള വോളണ്ടറി കോൺട്രിബ്യൂഷൻസും എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഈ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. Condition number 1, such a trust must be approved by the Central Board of Direct Taxes. CBDT അതിനെ അപ്രൂവ് ചെയ്തിരിക്കണം. Number 2, the important one, such a trust distribute 95% of the aggregate donation received by during the previous year along with any surplus, if any, brought forward of any earlier previous year to any political party. അതായത് അവർക്ക് ആ ട്രസ്റ്റിന് കിട്ടുന്ന ഡൊണേഷൻസിന്റെ 95% എങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. And the third one, such electoral trust function in accordance with the rules made by the central government. Central government പറയുന്ന റൂൾസ് പ്രകാരമാണ് അത് പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായോ? സോ 13B, 13A പൊളിറ്റിക്കൽ പാർട്ടിയും 13B പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് വരുന്ന ഇലക്ടോറൽ ട്രസ്റ്റാണ്. 13B പ്രകാരം പറയുന്നത് എന്താ? നമുക്ക് ഉണ്ടാവുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് എല്ലാം നമുക്ക് എക്സെപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട. പക്ഷേ ഈ പറയുന്ന 3 സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, CBDT അംഗീകരിക്കണം, ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം തന്നെ ആയിരിക്കണം. കൂടാതെ 95% നമുക്കുണ്ടാവുന്ന അഗ്രിഗേറ്റ് ഡൊണേഷൻ്റെ 95% നമ്മൾ എന്ത് ചെയ്യണം? റിസീവ്ഡ് ബൈ ഇറ്റ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ അലോങ് വിത്ത് ദ സർപ്ലസ്. കഴിഞ്ഞ വർഷങ്ങളിലെ സർപ്ലസ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്, അത് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. ഇന്ന പാർട്ടിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. മനസ്സിലായി? ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ വളണ്ടറി ആയിട്ട് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസിനെല്ലാം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? എക്സെപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സെക്ഷൻ 13B. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ പുതിയൊരു അസസീവായിട്ട് പരിചയപ്പെടാം. ബൈ.